എൻ്റെ അടുത്ത് കുറച്ച് ക്ലയൻസ് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പറയുന്നൊരു കാര്യമാണ്, ഡോക്ടറെ എനിക്ക് പിന്നെ സിസേറിയൻ സെക്ഷൻ ആയിരുന്നു, എനിക്കത് കാരണം കൊണ്ട് വയറ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സിസേറിയൻ ആയിരുന്നല്ലോ, അതായത് ഡോക്ടർ മനസ്സിലാക്കിക്കൊള്ളണം സിസേറിയൻ ആയത് കാരണം കൊണ്ടാണ് എനിക്ക് വയറ് വന്നതെന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഡോക്ടറിന് തോന്നിയിട്ടില്ല സിസേറിയൻ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറിയും സിസേറിയനും തമ്മിൽ എന്തെങ്കിലും കൂടുതലായിട്ട് വയറ് മറ്റേതിലാണ് വരിക, സിസേറിയൻ സെക്ഷനകത്ത് കൂടുതൽ വയറ് വരും, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ലൈക്ക് നോർമൽ ഡെലിവറി കമ്പയർ ചെയ്യുമ്പോൾ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്ക് വയറ് ചാടും അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. വയറ് ചാടുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് കാരണമാണ്, നമ്മുടെ ഡയറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അത് കാരണമാണ് നമുക്ക് വയറ് കൂടുന്നത്. പക്ഷെ പലരും ഇത് ബ്ലെയിം ചെയ്യാറുണ്ട്, സിസേറിയൻ ചെയ്തുകൊണ്ട് എനിക്ക് വയറ് കൂടി എന്നുള്ളത്. അത് ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി നത്തിങ്. അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ഇതേമാതിരി നമുക്ക് വയറ് ചാടും. കയ്യിലിരിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറ്റ് ആണ്. അതായത് രാവിലെ തൊട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എത്രമാത്രം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരമാണോ, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരമാണോ, നമ്മൾ വെറുതെ അവിടെ തന്നെ ഇങ്ങനെ. പിന്നെ മെയിൻ തിങ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഷുഗർ ആണ്. ഈ നമ്മുടെ അപ്പാർട്ട് ഫ്രം ദ നോർമൽ ഫുഡ് നമ്മൾ ഭയങ്കരമായിട്ട് ഷുഗർ ഇൻടേക്ക് ഉണ്ട് മലയാളികൾ. അത് ചോക്ലേറ്റ്, ഐസ്ക്രീം, അങ്ങനെ കേക്ക്സ്, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഷുഗർ ഇൻടേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഈവൻ പ്രഗ്നൻസിയിൽ ഷുഗർ ക്രേവിങ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഭയങ്കര കാലറി ഇൻടേക്ക് ആയിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ വന്നിട്ട് വയറ് ചാടിയതായിരിക്കും. പക്ഷെ എല്ലാ ബ്ലെയിമും കിട്ടുക സിസേറിയൻ ചെയ്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് പറയുന്നവരാണ്. പക്ഷെ ദർ ഇസ് നോ ഡിഫറൻസ് ലൈക്ക് ദാറ്റ്.